ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്സ്ഫഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2025 വാക്കായി തിരഞ്ഞെടുത്തത് റേജ് ബെയ്റ്റ്. ഓക്സ്ഫഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2025 വാക്കായി തിരഞ്ഞെടുത്തത് റേജ് ബെയ്റ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച AI അധിഷ്ഠിത മൾട്ടി ലാർജ് ലാംഗ്വേജ് മോഡൽ ഭാരത് ജെന്ന്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച AI അധിഷ്ഠിത മൾട്ടി ലാർജ് ലാംഗ്വേജിംഗ് മോഡൽ ഭാരത് ജെന്ന്. അരുണാചൽ പ്രദേശിലെ ഏത് പ്രാദേശിക ചീസ് വിഭവത്തിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത്? യാക് ചുറുപ്പി. യാക്കിൻ്റെ പാലിൽ നിന്നും നിർമ്മിക്കുന്ന ചീസ്. അരുണാചൽ പ്രദേശിലെ ഏത് പ്രാദേശിക ചീസ് വിഭവത്തിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത്? യാക് ചുറുപ്പി. യാക്കിൻ്റെ പാലിൽ നിന്നും നിർമ്മിക്കുന്ന ചീസ്. ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്കൈറൂട്ടിൻ്റെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റിൻ്റെ പേര് വിക്രം. ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്കൈറൂട്ടിൻ്റെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റിൻ്റെ പേര് വിക്രം. ഏത് സിഖ് ഗുരുവിൻ്റെ 350-ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് പ്രത്യേക സ്റ്റാമ്പും സ്മരണികയും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കിയത്? ഗുരു തേജ് ബഹാദൂർ. ഏത് സിഖ് ഗുരുവിൻ്റെ 350-ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് പ്രത്യേക സ്റ്റാമ്പും സ്മരണികയും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കിയത്? ഗുരു തേജ് ബഹാദൂർ. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് സെൻയാർ ഒമാനാണ് പേരിട്ടത്. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് സെൻയാർ ഒമാനാണ് ഈ ചുഴലിക്കാറ്റിന് പേരിട്ടത്. തുറമുഖങ്ങൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കപ്പൽ ഗതാഗത മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചത്? IIT മദ്രാസ്. തുറമുഖങ്ങൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കപ്പൽ ഗതാഗത മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചത് IIT മദ്രാസ്. ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായാണ് 2026 ICC പുരുഷ T20 ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്? ശ്രീലങ്ക. ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായാണ് 2026 ICC പുരുഷ T20 ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്? ശ്രീലങ്ക. സ്ത്രീ സുരക്ഷയ്ക്കായി ദേശീയ വനിതാ കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ 14490. സ്ത്രീ സുരക്ഷയ്ക്കായി ദേശീയ വനിതാ കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ 14490. അടുത്തിടെ യുനെസ്കോയുടെ ആസ്ഥാനത്ത് ഏത് ഇന്ത്യൻ നേതാവിൻ്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? ഡോക്ടർ BR അംബേദ്കർ. അടുത്തിടെ യുനെസ്കോയുടെ ആസ്ഥാനത്ത് ഏത് ഇന്ത്യൻ നേതാവിൻ്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? ഡോക്ടർ BR അംബേദ്കർ. രാജ്കുമാർ ഗോയൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് രാജ്കുമാർ ഗോയൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പുറത്ത് വെച്ചോണം, ഇന്ത്യയുടെ, അതായത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇനി മുതൽ രാജ്കുമാർ ഗോയലാണേ. മുൻ നിയമ സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥനുമായ രാജ്കുമാർ ഗോയലിനെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുത്തു. 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ഓപ്പൺ മാഗസിൻ മാനേജിംഗ് എഡിറ്ററായ PR രമേശ് വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളിയാണ് രമേശ്. തിരുവല്ല മണ്ണൻകരച്ചിറ സ്വദേശിയാണ്. ഓപ്പൺ മാഗസിൻ മാനേജിംഗ് എഡിറ്ററായ PR രമേശ് വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യത്തെ മലയാളിയാണ് PR രമേശ്. ഓർത്തു വച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്.
വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യ മലയാളി PR രമേശ്. അതായത് കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ മലയാളി PR രമേശ്. സുരേന്ദ്ര സിംഗ് മീണ, അശുതോഷ് ചതുർവേദി, സ്വാഗത് ദാസ്, സുധാറാണി റലങ്കി, ഖുഷ്വന്ത് സിംഗ് സേത്തി, ജയവർഷ സിൻഹ, സജീവ് കുമാർ ജിണ്ടാൽ എന്നിവരെയും വിവരാവകാശ കമ്മീഷണർമാരായി നിയമിച്ചു. രാജ്കുമാർ ഗോയൽ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മുൻ നിയമ സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥനുമായ രാജ്കുമാർ ഗോയലിനെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുത്തു. 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ഓപ്പൺ മാഗസിൻ മാനേജിംഗ് എഡിറ്ററായ PR രമേശ് വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളിയാണ് രമേശ്. തിരുവല്ല മണ്ണൻകര സ്വദേശിയാണ്. സുരേന്ദ്ര സിംഗ് മീണ, അശുതോഷ് ചതുർവേദി, സ്വാഗത് ദാസ്, സുധാറാണി റലങ്കി, ഖുഷ്വന്ത് സിംഗ് സേത്തി, ജയവർഷ സിൻഹ, സജീവ് കുമാർ ജിണ്ടാൽ എന്നിവരെയും വിവരാവകാശ കമ്മീഷണർമാരായി നിയമിച്ചു. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓർക്കേണ്ട പോയിന്റ്, ഇന്ത്യയുടെ അതായത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. വിവരാവകാശ കമ്മീഷണർമാരാണ് PR രമേശ്, സുരേന്ദ്ര സിംഗ് മീണ, അശുതോഷ് ചതുർവേദി, സ്വാഗത് ദാസ്, സുധാറാണി റലങ്കി, ഖുഷ്വന്ത് സിംഗ് സേത്തി, ജയവർഷ സിൻഹ, സജീവ് കുമാർ ജിണ്ടാൽ. ഇതിൽ PR രമേശ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത മാറി. ഐക്യരാഷ്ട്ര സംഘടന പുറത്തിറക്കിയ പുതിയ കണക്കുകൾ പ്രകാരം 4.9 കോടിയാണ് നഗരത്തിലെ ജനസംഖ്യ. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയാണ് 2ാം സ്ഥാനത്ത്. പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പഠനം നടത്തിയത്. ഇതനുസരിച്ച് മുൻപ് 1ാം സ്ഥാനത്തായിരുന്ന ജപ്പാനിലെ ടോക്കിയോ നഗരം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. UN-ന്റെ 2018 റിപ്പോർട്ട് അനുസരിച്ച് ടോക്കിയോ ആയിരുന്നു 1ാമതുണ്ടായിരുന്നത്. ആദ്യ 10 റാങ്കുകളിൽ ന്യൂഡൽഹിയും കൊൽക്കത്തയും ഉൾപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയാണ് 2ാം സ്ഥാനത്ത്. ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ. ഇന്ത്യയുടെ ആദ്യ ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിളായ ഇന്ദ്രജാൽ റേഞ്ചർ പ്രവർത്തനം ആരംഭിച്ചു. ശത്രു ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് ഈ വാഹനങ്ങൾ. അതിർത്തിയിലാണ് ഇവയെ വിന്യസിക്കുക. ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ. ഇന്ത്യയുടെ ആദ്യ ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിളായ ഇന്ദ്രജാൽ റേഞ്ചർ പ്രവർത്തനം ആരംഭിച്ചു. ശത്രു ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് ഈ വാഹനങ്ങൾ. അതിർത്തിയിലാണ് ഇവയെ വിന്യസിക്കുക. ചൊവ്വയിലെ ഭൂരൂപങ്ങൾക്ക് കേരളത്തിലെ പേരുകൾ. ചൊവ്വയിലെ പ്രാധാന്യമുള്ള ചില ഗർത്തങ്ങൾ ഇനി മുതൽ വർക്കല, ബേക്കല്, വലിയമല, തുമ്പ എന്നിങ്ങനെ അറിയപ്പെടും. ചൊവ്വയിലെ പ്രാധാന്യമുള്ള ചില ഗർത്തങ്ങൾ ഇനി മുതൽ വർക്കല, ബേക്കല്, വലിയമല, തുമ്പ എന്നിങ്ങനെ അറിയപ്പെടും. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്രജ്ഞ യൂണിയൻ ഈ പേരുകൾക്ക് അംഗീകാരം നൽകി. 350 കോടി വർഷവും പഴക്കവും 50 കിലോമീറ്ററിലധികം വലുപ്പമുള്ളതുമായ ഗർത്തത്തിന് കൃഷ്ണൻ എന്നും അതിനോട് ചേർന്നുള്ള വരണ്ട നീർച്ചാലിന് പെരിയാർ എന്ന പേരും നൽകി. മലയാളി ഗവേഷകരായ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി, VJ രാജേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പേരുകൾ നൽകിയത്. സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ഡയറക്ടറായിരുന്ന MS കൃഷ്ണന്റെ സ്മരണാർത്ഥമാണ്
ഗർത്തത്തിന് കൃഷ്ണൻ ഗർത്തം എന്ന പേര് നൽകിയത്? ഈ ഗർത്തത്തിന് സമീപത്തെ സ്ഥലം കൃഷ്ണൻ പാലസ് എന്നും അറിയപ്പെടും. ഇതാദ്യമായാണ് ചൊവ്വയിലെ ഉപരിതല ഭൂരൂപങ്ങൾക്ക് കേരളത്തിലെ പേരുകൾ നൽകുന്നത്. ചൊവ്വയിലെ ഭൂരൂപങ്ങൾക്ക് കേരളത്തിലെ പേരുകൾ. ചൊവ്വയിലെ പ്രാധാന്യമുള്ള ചില ഗർത്തങ്ങൾ ഇനി മുതൽ വർക്കല, ബേക്കൽ, വലിയമല, തുമ്പ എന്നിങ്ങനെ അറിയപ്പെടും. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്രജ്ഞ യൂണിയൻ ഈ പേരുകൾക്ക് അംഗീകാരം നൽകി. 350 കോടി വർഷം പഴക്കവും 50 കിലോമീറ്ററിലധികം വലുപ്പമുള്ളതുമായ ഗർത്തത്തിന് കൃഷ്ണൻ എന്നും അതിനോട് ചേർന്നുള്ള വരണ്ട നീർച്ചാലിന് പെരിയാർ എന്ന പേരും നൽകി. മലയാളി ഗവേഷകരായ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി, VJ രാജേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പേരുകൾ നൽകിയത്. സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ഡയറക്ടറായിരുന്ന MS കൃഷ്ണന്റെ സ്മരണാർത്ഥമാണ് ഗർത്തത്തിന് കൃഷ്ണൻ ഗർത്തം എന്ന പേര് നൽകിയത്. സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ഡയറക്ടർ MS കൃഷ്ണനായിരുന്നു കേട്ടോ. ഈ ഗർത്തത്തിന് സമീപത്തെ സമതലം കൃഷ്ണൻ പാലസ് എന്നും അറിയപ്പെടും. ഇതാദ്യമായാണ് ചൊവ്വയിലെ ഉപരിതല ഭൂരൂപങ്ങൾക്ക് കേരളത്തിലെ പേരുകൾ നൽകുന്നത്. മിസോറാം ഇഞ്ചി തലസ്ഥാനം. മിസോറാമിനെ ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായി തിരഞ്ഞെടുത്തു. നീതി ആയോഗാണ് ഉത്തരവിറക്കിയത്. നീതി ആയോഗും മിസോറാം സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച ഇഞ്ചി ഉൽപാദകരായ ഓഹരി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം. ഉൽപ്പന്നത്തിന്റെ ജൈവ സ്വഭാവം നിലനിർത്തുക, സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുക, വിപണിയും സംസ്കരണവും കാര്യക്ഷമമാക്കുക എന്നിവ മുൻനിർത്തിയാണ് തീരുമാനം കൈക്കൊണ്ടത്. മിസോറാം ഇഞ്ചി തലസ്ഥാനം. മിസോറാം ഇഞ്ചി തലസ്ഥാനം. മിസോറാമിനെ ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായി തെരഞ്ഞെടുത്തു. അപ്പോൾ ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം ഏതാണ്? മിസോറാം. ലാൻഡോ നോറിസിന് ഫോർമുല 1 ലോക കിരീടം. ലാൻഡോ നോറിസിന് ഫോർമുല 1 ലോക കിരീടം. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മക്ലാരന്റെ ബ്രിട്ടീഷ് ഡ്രൈവറായ ലാൻഡോ നോറിസ് ലോക ജേതാവായി. സീസണിലെ അവസാന ഗ്രാൻഡ് പ്രീ ആയ അബുദാബി ഗ്രാൻഡ് പ്രീയിൽ മൂന്നാമതായാണ് താരം ഫിനിഷ് ചെയ്തത്. 423 പോയിന്റ് നേടിയാണ് ലാൻഡോ ജേതാവായത്. 4 സീസണുകളിൽ തുടർച്ചയായി ജേതാവായ റെഡ്ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പർ 2ാം സ്ഥാനത്തെത്തി. മക്ലാരൻ തന്റെ മക്ലാരന്റെ തന്നെ ഓസ്കാർ പിയാസ്ട്രി 3ാമതെത്തി. ഫോർമുല 1 ഗ്രാൻഡ് പ്രീ ജേതാവാകുന്ന 35ാമത്തെ താരമാണ് ലാൻഡോ നോറിസ്. ലാൻഡോ നോറിസിന് ഫോർമുല 1 ലോക കിരീടം. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മക്ലാരന്റെ ബ്രിട്ടീഷ് ഡ്രൈവറായ ലാൻഡോ നോറിസ് ലോക ജേതാവായി. യുദ്ധവിമാനത്തിൽ ഇജക്ഷൻ സംവിധാനം വിജയകരം. അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനത്തിൽ ഉൾപ്പെട്ട പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഹൈസ്പീഡ് റോക്കറ്റ് സ്ലൈഡ് ടെസ്റ്റ് ഇജക്ഷൻ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇതോടെ ഇന്ത്യക്ക് ഇജക്ഷൻ സീറ്റുകൾ ഇനി തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കും. പരീക്ഷണം വിജയിച്ചതോടെ പൈലറ്റിനെ രക്ഷിക്കാനുള്ള സാങ്കേതിക സംവിധാനമുള്ള രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിൽ ഇന്ത്യയും ഇടം നേടി. ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡിലായിരുന്നു പരീക്ഷണം. DRDO ആണ് സംവിധാനം വികസിപ്പിച്ചത്. യുദ്ധവിമാനത്തിൽ ഇജക്ഷൻ സംവിധാനം വിജയകരം. അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനത്തിൽ ഉൾപ്പെട്ട പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഹൈസ്പീഡ് റോക്കറ്റ് സ്ലൈഡ് ടെസ്റ്റ് ഇജക്ഷൻ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇതോടെ ഇന്ത്യക്ക് ഇജക്ഷൻ സീറ്റുകൾ ഇനി തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കും. അഹമ്മദാബാദ് കോമൺവെൽത്ത് ഗെയിംസ് വേദി. അഹമ്മദാബാദ് കോമൺവെൽത്ത് ഗെയിംസ് വേദി. ലെ കോമൺവെൽത്ത് ഗെയിംസ് ഗുജറാത്തിലെ അഹമ്മദാബാദ് വേദിയാകും.
സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിക്ക് ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. 74 കോമൺവെൽത്ത് അംഗരാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇന്ത്യയുടെ ബിഡ് അംഗീകരിക്കുകയായിരുന്നു. വേദിക്കായി ഇന്ത്യക്കൊപ്പം നൈജീരിയയും ഉണ്ടായിരുന്നു. ഇത് 2ാം തവണയാണ് ഇന്ത്യ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2010 ഡൽഹിയായിരുന്നു വേദി. അഹമ്മദാബാദ് കോമൺവെൽത്ത് ഗെയിംസ് വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് വേദിയാകും. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് വേദിയാകും. വിട. ആരൊക്കെയാണ് വിട പറഞ്ഞു പോയെന്ന് നോക്കാം. ശിവരാജ് പാട്ടീൽ, ലോകസഭാ സ്പീക്കറും മുൻ ആഭ്യന്തര മന്ത്രിയുമായ ശിവരാജ് പാട്ടീൽ 91 വയസ്സായിരുന്നു, അന്തരിച്ചു. മഹാരാഷ്ട്ര സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വഹിച്ചു. കേന്ദ്ര സർക്കാരിൽ വാണിജ്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യാ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2010-15 ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്റർ, പഞ്ചാബ് ഗവർണർ പദവികൾ വഹിച്ചിരുന്നു. വിട. ശിവരാജ് പാട്ടീൽ, ലോകസഭാ സ്പീക്കറും മുൻ ആഭ്യന്തര മന്ത്രിയുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. മഹാരാഷ്ട്ര സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വഹിച്ചു. കേന്ദ്ര സർക്കാരിൽ വാണിജ്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യാ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2010-15 ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്റർ, പഞ്ചാബ് ഗവർണർ പദവികൾ വഹിച്ചിരുന്നു. കല്യാൺ ചാറ്റർജി, പ്രശസ്തനായ ബംഗാളി ചലച്ചിത്ര നടൻ കല്യാൺ ചാറ്റർജി 81 വയസ്സായിരുന്നു, അന്തരിച്ചു. 1968 അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. സത്യജിത്ത് റേയുടെ പ്രതിദ്വന്ദ്വിയത്തിലും സുജോയ് ഘോഷിന്റെ ഹിന്ദി ചിത്രമായ കഹാനിയിലും അഭിനയിച്ചിട്ടുണ്ട്. 400-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു. പ്രശസ്ത ബംഗാളി ചലച്ചിത്ര നടൻ കല്യാൺ ചാറ്റർജി അന്തരിച്ചു. 1968 അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. സത്യജിത്ത് റേയുടെ പ്രതിദ്വന്ദ്വിയത്തിലും സുജോയ് ഘോഷിന്റെ ഹിന്ദി ചിത്രമായ കഹാനിയിലും അഭിനയിച്ചിട്ടുണ്ട്. 400-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു. DNA ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. DNA ഇരട്ടപ്പിരിയൻ ഘടന, ഡബിൾ ഹെലിക്സ് കണ്ടെത്തിയതിലൂടെ ശ്രദ്ധേയനായ ശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. പേര് ജെയിംസ് വാട്സൺ. 1953 25-ാം വയസ്സിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രാൻസ് ക്രിക്കിനൊപ്പം ചേർന്നാണ് DNA ഘടന കണ്ടെത്തിയത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ഈ കണ്ടുപിടുത്തത്തിന്റെ പേരിൽ 1962 ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനുമൊപ്പം വാട്സണ് വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചു. ക്രിക്കും വിൽക്കിൻസും 2004 അന്തരിച്ചു. ഹ്യൂമൻ ജീനോമിന്റെ പിതാവ് എന്ന് വാട്സൺ വിശേഷിപ്പിക്കപ്പെടുന്നു. ഹ്യൂമൻ ജീനോമിന്റെ പിതാവ് എന്ന് ജെയിംസ് വാട്സൺ വിശേഷിക്കപ്പെടുന്നു. 1928 ഏപ്രിൽ 6 USA ഷിക്കാഗോയിൽ ജനിച്ചു. ഡബിൾ ഹെലിക്സ് ആത്മകഥയാണ്. DNA ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ. DNA ഇരട്ടപ്പിരിയൻ ഘടന, ഡബിൾ ഹെലിക്സ് കണ്ടെത്തിയതിലൂടെ ശ്രദ്ധേയനായ ശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. പേര് ജെയിംസ് വാട്സൺ. 1953 25-ാം വയസ്സിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ക്രിക്കിനൊപ്പം ചേർന്നാണ് DNA കണ്ടെത്തിയത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ഈ കണ്ടുപിടുത്തത്തിന്റെ പേരിൽ 1962 ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനുമൊപ്പം വാട്സന് വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചു. ക്രിക്കും വിൽക്കിൻസും 2004 അന്തരിച്ചു. ഹ്യൂമൻ ജീനോമിന്റെ പിതാവ് എന്ന് വാട്സൺ വിശേഷിക്കപ്പെടുന്നു. 1928 ഏപ്രിൽ 6 US ഷിക്കാഗോയിൽ ജനിച്ചു. ഡബിൾ ഹെലിക്സ് ആത്മകഥയാണ്. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷങ്ങൾക്ക് എന്നാണ് തുടക്കം കുറിച്ചത്? 2025 നവംബർ 7. 1875 നവംബറിൽ അക്ഷയ നവമി ദിനത്തിൽ രചിച്ചതെന്ന് കരുതുന്നതിനാലാണ് നവംബർ 7 ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിന്റെ ഭാഗമാണിത്.
1896 ബങ്കിം ചന്ദ്രയുടെ വിയോഗത്തിന് 2 വർഷത്തിനു ശേഷം കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേമാതരം ആലപിച്ചു. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ വന്ദേമാതരം പ്രതിഷേധത്തിന്റെ ഗാനമായി ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം അതിന് വിലക്കേർപ്പെടുത്തി. 1909 അരവിന്ദോ ഘോഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. 1950 ജാനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികാഘോഷങ്ങൾക്ക് എന്നാണ് തുടക്കം കുറിച്ചത്? 2025 നവംബർ 7. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികാഘോഷങ്ങൾക്ക് എന്നാണ് തുടക്കം കുറിച്ചത്? 2025 നവംബർ 7. 1875 നവംബറിൽ അക്ഷയ നവമി ദിനത്തിൽ രചിച്ചതെന്ന് കരുതുന്നതിനാലാണ് നവംബർ 7 ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമാണിത്. 1896 ബങ്കിം ചന്ദ്രയുടെ വിയോഗത്തിന് 2 വർഷത്തിന് ശേഷം കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേമാതരം ആലപിച്ചു. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ വന്ദേമാതരം പ്രതിഷേധത്തിന്റെ ഗാനമായി ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം അതിന് വിലക്കേർപ്പെടുത്തി. 1909 അരവിന്ദ ഘോഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. 1909 അരവിന്ദ ഘോഷാണ് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. 1950 ജാനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചു. 1950 ജാനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചു. അപ്പം വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഡേറ്റ് എന്നാണ്? 1950 ജാനുവരി 24. ഇതൊക്കെ മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയർ സൊഹ്റാൻ മംദാനി. ന്യൂയോർക്ക് US നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയർ സൊഹ്റാൻ മംദാനി. ഇന്ത്യൻ വംശജനും ആഫ്രിക്കയിൽ ജനിച്ച വ്യക്തിയുമാണ് മംദാനി. ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിൽ 1892 ശേഷമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഇടതുപക്ഷക്കാരനാണ് 34-കാരനായ മംദാനി. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയർ സൊഹ്റാൻ മംദാനി. ഇസ്രയേൽ അറബ് ഇസ്ലാമിക് ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായി 2020 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ സർക്കാർ ഇടപെട്ട് രൂപം കൊടുത്ത അബ്രഹാം ഉടമ്പടിയിൽ ഏറ്റവും ഒടുവിൽ അംഗമായത് കസാഖിസ്ഥാൻ, UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നിവയാണ് മുൻപ് ഇസ്രയേലുമായി അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഓക്കെ, ഇസ്രയേൽ അറബ് ഇസ്ലാമിക ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായി 2020 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ സർക്കാർ ഇടപെട്ട് രൂപം കൊടുത്ത അബ്രഹാം ഉടമ്പടിയിൽ ഏറ്റവും ഒടുവിൽ അംഗമായത് കസാഖ്സ്ഥാൻ, UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നിവയാണ് മുൻപ് ഇസ്രയേലുമായി അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇന്ത്യൻ ഹോക്കിയുടെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7 ആഘോഷിച്ചത്? 100. ഇന്ത്യൻ ഹോക്കിയുടെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7 ആഘോഷിച്ചത്? 100. 1925 നവംബർ 7 മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. 100-ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നു. ഇന്ത്യൻ ഹോക്കിയുടെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7 ആഘോഷിച്ചത്? 100-ാമത്. 1925 നവംബർ 7 മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്.
100ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നു. ഹോക്കിയിൽ ഇന്ത്യ ഇതിനകം 8 ഒളിമ്പിക് സ്വർണവും 1 ലോകകപ്പും നേടി. ഇക്കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും വെങ്കലവും നേടിയിരുന്നു. ഹോക്കിയിൽ ഇന്ത്യ ഇതിനകം 8 ഒളിമ്പിക് സ്വർണവും 1 ലോകകപ്പ് 1975 നേടി. ഇക്കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും വെങ്കലവും നേടിയിരുന്നു. 2025 നവംബർ 4-ന് ഏത് ബംഗാളി ചലച്ചിത്ര സംവിധായകന്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു? ഋത്വിക് ഘട്ടക്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ 1925 നവംബർ 4-ന് ജനനം. കഥകളും നാടകങ്ങളും രചിച്ച ശ്രദ്ധേയ നേടിയ ഘട്ടക് ബിമൽ റായിയുടെ സഹായിയായി ചലച്ചിത്ര രംഗത്തെത്തി. ആദ്യ ചിത്രം നാഗരിക് 1952 സംവിധാനം ചെയ്തെങ്കിലും 1977 മാത്രമാണ് പുറത്തിറങ്ങിയത്. അജാന്തിക്, ബാരി ദേഖെ, പാലിയോ, കോമൽ ഗാന്ധാർ, സുബർണരേഖ തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈസ് പ്രിൻസിപ്പലായിരുന്നു. ഹിന്ദി ചലച്ചിത്രമായ മധുമതി, മുസാഫിർ, രാജകന്യ തുടങ്ങിയവയ്ക്ക് തിരക്കഥ രചിച്ചു. ചലച്ചിത്ര സംബന്ധിയായ രചിച്ച കൃതിയാണ് സിനിമ ആൻഡ് ഐ. 1976 ഫെബ്രുവരി 6-ന് അന്തരിച്ചു. 2025 നവംബർ 4-ന് ഏത് ബംഗാളി ചലച്ചിത്ര സംവിധായകന്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു? ഋത്വിക് ഘട്ടക്. കേരളത്തിൽ കയർ ഡേ ആചരിക്കുന്നത് എന്നാണ്? നവംബർ 5. കേരളത്തിൽ കയർ ദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 5. 2025 ഡേബോറ റോജേഴ്സ് പുരസ്കാരം നേടിയ മലയാളി? ശരണ്യ മൂർത്തി. 2025 ഡേബോറ റോജേഴ്സ് പുരസ്കാരം നേടിയ മലയാളി ശരണ്യ മൂർത്തി. പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത രാത്രി എന്ന നോവലിനാണ് പുരസ്കാരം. 10,000 പൗണ്ടാണ് സമ്മാനത്തുക. 2015 സാഹിത്യ ഏജന്റ് ഡേബറോ റോജേഴ്സിന്റെ സ്മരണാർത്ഥമാണ് ആദ്യ പുസ്തകം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാർക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 2025 ഡേബറോ റോജേഴ്സ് പുരസ്കാരം നേടിയ മലയാളി ശരണ്യ മൂർത്തി. പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത രാത്രി എന്ന നോവലിനാണ് പുരസ്കാരം. 10,000 പൗണ്ടാണ് സമ്മാനത്തുക. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ നഗരത്തിന്റെ പുതിയ പേര്? ഈശ്വർപൂർ. ഔറംഗാബാദ് ഛത്രപതി സാംഭാജി നഗർ, ഉസ്നാബാദ് ധാരാശിവ്, അഹമ്മദ് നഗർ, അഹല്യ നഗർ എന്നിങ്ങനെ പേര് മാറ്റിയിരുന്നു. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ നഗരത്തിന്റെ പുതിയ പേരാണ് ഈശ്വർപൂർ. ഔറംഗാബാദ് ഛത്രപതി സാംഭാജി നഗർ, ഉസ്നാബാദ് ധാരാശിവ്, അഹമ്മദ് നഗർ, അഹല്യ നഗർ എന്നിങ്ങനെ പേര് മാറ്റിയിരുന്നു. അടുത്തിടെ അന്തരിച്ച ഡിക് ചെന്നി US-ന്റെ ഏത് പദവി വഹിച്ച വ്യക്തിയാണ്? വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റുമാരായ ജോർജ് H.W. ബുഷിന്റെ പ്രതിരോധ സെക്രട്ടറിയും മകൻ ജോർജ് W. ബുഷിന്റെ കാലത്തെ വൈസ് പ്രസിഡന്റും ആയിരുന്നു. 2003 ഇറാഖ് അധിനിവേശത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രധാനിയായിരുന്നു. US ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വൈസ് പ്രസിഡന്റായി വിലയിരുത്തപ്പെടുന്നു. അടുത്തിടെ അന്തരിച്ച ഡിക് ചെനി US-ലെ ഏത് പദവി വഹിച്ച വ്യക്തിയാണ്? വൈസ് പ്രസിഡന്റ്. പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഭാരതശക്തി ഏർപ്പെടുത്തിയ പ്രതിരോധ രംഗത്തെ മികവിനുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി? വാപ്പാല ബാലചന്ദ്രൻ. ഒറ്റപ്പാലം സ്വദേശിയായ ഇദ്ദേഹം റോയുടെ മുൻ സ്പെഷ്യൽ സെക്രട്ടറിയും മഹാരാഷ്ട്ര കേഡർ മുൻ IPS ഉദ്യോഗസ്ഥനുമാണ്. പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഭാരതശക്തി ഏർപ്പെടുത്തിയ പ്രതിരോധ രംഗത്തെ മികവിനുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി? വാപ്പാല ബാലചന്ദ്രൻ. ഒറ്റപ്പാലം സ്വദേശിയായ ഇദ്ദേഹം റോയുടെ മുൻ സ്പെഷ്യൽ സെക്രട്ടറിയും മഹാരാഷ്ട്ര കേഡർ മുൻ IPS ഉദ്യോഗസ്ഥനുമാണ്. ആഗോളതാപനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി COP30 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 നടന്നത് എവിടെയാണ്? ബെലേൻ, ബ്രസീൽ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടിന്റെ ഓരത്ത് ആമസോൺ നദിക്കരയിലാണ് ബെലേൻ. 2025 നവംബർ 10-ന് ആരംഭിച്ച ഉച്ചകോടി 21-ന് സമാപിച്ചു. ബ്രസീലിന്റെ പരിസ്ഥിതി മന്ത്രി കൂടിയായ COP30 പ്രസിഡന്റ് ആന്ദ്രേ കൊറേയ ഡൊലാഗോ അധ്യക്ഷത വഹിച്ചു.
ആഗോളതാപനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബെലേം, ബ്രസീല്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടിൻ്റെ ഓരത്ത് ആമസോൺ നദിക്കരയിലാണ് ബെലേം. 2025 നവംബർ 10 ആരംഭിച്ച ഉച്ചകോടി 21 സമാപിച്ചു. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ. ബ്രസീലിൻ്റെ പരിസ്ഥിതി മന്ത്രി കൂടിയായ COP30 പ്രസിഡന്റ് ആന്ദ്രേ കൊറേയ ഡോലാഗോ അധ്യക്ഷത വഹിച്ചു. മാലിദ്വീപിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര് ഹനിമധു. മാലിദ്വീപിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഹനിമധു. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെടുന്ന നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന മാൻ ബുക്കർ പുരസ്കാരം നേടിയത് ഡേവിഡ് സൊല്ലോ, ഹംഗറി. ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം. 50,000 പൗണ്ട് ഏകദേശം 58 ലക്ഷം രൂപ സമ്മാന തുകയായി ലഭിക്കും. 2024 പുരസ്കാരം ഇംഗ്ലീഷ് എഴുത്തുകാരനായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെടുന്ന നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന മാൻ ബുക്കർ പുരസ്കാരം 2025 നേടിയത് ഡേവിഡ് സൊല്ലോയാണ്. ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം. 2024 പുരസ്കാരം ഇംഗ്ലീഷ് എഴുത്തുകാരനായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനായിരുന്നു. 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന ജേതാവ് സൽമാൻ റുഷ്ദി. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനായ റുഷ്ദിക്ക് ആജീവനാന്ത സംഭാവനയ്ക്കാണ് പുരസ്കാരം. 3 ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ട ബാൾക്കൻ യുദ്ധത്തിൽ അന്ത്യം കുറിച്ച 1995 സമാധാന ഉടമ്പടിക്കിടയാക്കിയ ചർച്ച നടന്ന സ്ഥലമാണ് ഡെയ്റ്റൺ. ഈ ഉടമ്പടിയുടെ സൂത്രധാരനായ US നയതന്ത്രജ്ഞൻ റിച്ചർഡ് C. ഹോൾബ്രൂക്കിൻ്റെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദി. മനുഷ്യാവകാശ ധ്വംസനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ അന്തരിച്ച ഇന്തോനേഷ്യൻ മുൻ പ്രസിഡന്റ് സുഹാർത്തോയ്ക്ക് ആ രാജ്യം അടുത്തിടെ നൽകിയ ബഹുമതി ദേശീയ നായകൻ. മനുഷ്യാവകാശ ധ്വംസനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ അന്തരിച്ച ഇന്തോനേഷ്യൻ മുൻ പ്രസിഡന്റ് സുഹാർത്തോയ്ക്ക് ആ രാജ്യം അടുത്തിടെ നൽകിയ ബഹുമതി ദേശീയ നായകൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്